ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ദിവസം 13ാമത്തെ ദശകം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചപ്പോൾ അതിൻ്റെ ഫലപ്രാപ്തി പറയാൻ വിട്ടുപോയിരുന്നു. അത് ഭഗവാന്റെ നിശ്ചയം അത് ഇന്ന് പറയണമെന്നുള്ളതായിരിക്കാം, അതുകൊണ്ടാവാൻ വിട്ടുപോയതെന്ന് കരുതുന്നു. ഏതായാലും ഭഗവാൻ ഇന്ന് അത് ഈ ഉള്ളവളെ ഓർമ്മിപ്പിച്ചു തന്ന സ്ഥിതിക്ക് ഇന്നത് പറയാമെന്ന് കരുതുന്നു. 13ാമത്തെ ദശകം ഹിരണ്യാക്ഷവധം പാരായണം ചെയ്ത് ഭഗവാനെ മനസ്സിൽ നന്നായി ധ്യാനിച്ചത് പാരായണം ചെയ്ത് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നവർക്ക് ധനവും സൽകീർത്തിയും ദീർഘായുസ്സുമാണ് ഫലം പറയുക ആചാര്യന്മാർ. നമുക്ക് ധനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഹിരണ്യാക്ഷൻ അസുരനായിരുന്നിട്ട് കൂടി ചക്രവർത്തിയായിരുന്നു. അങ്ങനെയുള്ള ഒരു ദേശത്തിൻ്റെ മുഴുവൻ അധിപതിയായി വാണിരുന്ന ഹിരണ്യാക്ഷൻ, ആ ഹിരണ്യാക്ഷൻ്റെ ചരിതത്തെ ഭഗവത് സ്മൃതിയോടുകൂടി നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്കും അതുപോലെ തന്നെ ധനസമൃദ്ധി ഉണ്ടാവുന്നതാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സൽകീർത്തി എന്ന് പറയുമ്പോൾ ഹിരണ്യാക്ഷനെ വധിക്കുകയല്ലേ ചെയ്തത്. ആ ഒരു വധം വായിക്കുമ്പോൾ എങ്ങനെയാണ് സൽകീർത്തി ഉണ്ടാവുന്നത് എന്ന് ചിന്തിച്ചാൽ എത്രയോ അസുരന്മാരുണ്ടായിരിക്കുന്നു. ഹിരണ്യാക്ഷൻ അസുരനായി പിറന്നവനാണ് എന്ന് തന്നെയല്ല, വെറും അസുരനായിരുന്നില്ല. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തന്നെ നമ്മൾ കണ്ടു ഒരു ശ്ലോകത്തിൽ പറയുന്ന മഹാസുരനായിരുന്നു. എല്ലാ ആസുരിക വൃത്തികളും അങ്ങനെ മൂർത്തിമത് ഭാവത്തിലായിരുന്നു നിന്നിരുന്നത്. എന്നിട്ടും ആ ഹിരണ്യാക്ഷനെ വധിക്കാൻ ഭഗവാൻ സ്വയം ഇറങ്ങി വന്നു. അഥവാ ഭഗവാന്റെ കൈകൊണ്ട് മരണം വരിക്കാനുള്ള ഒരു മഹാഭാഗ്യം സിദ്ധിച്ച അസുരനായിരുന്നു ഹിരണ്യാക്ഷൻ. അവിടെ ബാക്കിയുള്ള അസുരന്മാർക്കൊന്നും കിട്ടാത്ത ഒരു മഹാഭാഗ്യമാണ് ഹിരണ്യാക്ഷന് കിട്ടിയത്. ഭഗവാന്റെ കയ്യാൽ തന്നെ ഈ ജന്മത്തെ പ്രാരാബ്ധങ്ങൾ അവസാനിപ്പിച്ച് മടക്കയാത്രയ്ക്ക് ഉള്ള ഒരു കളമൊരുക്കപ്പെട്ടു എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ ഉണ്ടാവാനില്ല. തന്നെയുമല്ല, ഈ ഒരു കഥയിലൂടെ തന്നെ നമുക്ക് ഭഗവാന്റെ മാഹാത്മ്യത്തെ വാഴ്ത്തുമ്പോൾ, ഭഗവാന്റെ ലീലകളെ വാഴ്ത്തുമ്പോൾ നമുക്കറിയാം, ഭാഗവതമായിക്കോട്ടെ ശ്രീമൻ നാരായണീയമായിക്കോട്ടെ, ഭഗവാന്റെ മഹാത്മ്യത്തെ പറയുന്നത് തൻ്റെ ഭക്തരിലൂടെയാണ്. അത് ആ ഭക്തി ഏതു വിധത്തിലുള്ളതായാലും അത് പ്രേമഭക്തിയായി ഗോപസ്ത്രീകളുടെ പ്രേമഭക്തിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഭഗവാനോട് ദാസ്യഭാവത്തിൽ നിന്നിരുന്ന ഭക്തപ്രഹ്ലാദൻ്റെ കഥ, അവിടെയും ഭഗവാന്റെ മാഹാത്മ്യം തൻ്റെ ഭക്തരിലൂടെയാണ് വാഴ്ത്തപ്പെടുന്നത്. ഇവിടെ അതുപോലെ തന്നെ വിദ്വേഷഭാവത്തിലാണെങ്കിലും സദാ ഭഗവാനെ ആ ഹരിയെ തേടി നടക്കുകയായിരുന്നു ഹിരണ്യാക്ഷൻ. അപ്പോൾ ഭഗവാന്റെ മാഹാത്മ്യം ഇവിടെയും പറയപ്പെട്ടിരിക്കുന്നത് സദാ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് നടന്നിരുന്ന, ഭഗവാനെ തേടി നടന്നിരുന്ന ആ ഹിരണ്യാക്ഷനിലൂടെയാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ മാഹാത്മ്യത്തെ വാഴ്ത്താൻ വിദ്വേഷഭാവത്തിലായിരുന്നിട്ടും ഹിരണ്യാക്ഷൻ്റെ ഹരിസ്മൃതി ഉതകിയെങ്കിൽ ആ കഥ വായിക്കുന്ന, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ കഥ വായിക്കുന്ന നമുക്കുമൊക്കെ സൽകീർത്തി ലഭിക്കുമെന്നുള്ളത് ഉറപ്പു തന്നെയാണ്. ഇനി ദീർഘായുസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാം, ഹിരണ്യാക്ഷനായിക്കോട്ടെ ഹിരണ്യകശിപു ആയിക്കോട്ടെ,
അതൊക്കെ ഭഗവാന്റെ പാർഷദന്മാരായിരുന്ന ജയവിജയന്മാരുടെ പുനർജന്മങ്ങളായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഹിരണ്യാക്ഷൻ ജന്മത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഹിരണ്യകശിപുവായിട്ട് വരുമ്പോഴാണെങ്കിലും അതിനുശേഷവും നമുക്കറിയാം രാവണനും കുംഭകർണനും ഒക്കെയായി വരുന്നുണ്ട്. അങ്ങനെ പിന്നീടുള്ള എല്ലാ ജന്മങ്ങളിലും ഭഗവാന്റെ കൈകൊണ്ട് തന്നെ ഈ ജന്മപ്രാരാബ്ധങ്ങളെ അവസാനിപ്പിച്ച് പിന്നീടുള്ള മടക്കയാത്ര ആ ഭഗവാന്റെ വൈകുണ്ഠലോകത്തിലേക്ക് തന്നെയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ജനനവുമില്ല മരണവുമില്ലാത്ത ഒരവസ്ഥയാണ് അവിടെ. സദാ ഭഗവാനെ കണ്ട് ഭഗവാനെ സ്മരിച്ച് ആ വൈകുണ്ഠത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആനന്ദലഹരിയിൽ ആറാടിയിരിക്കുന്നവർക്ക് ജനന മരണങ്ങൾക്ക് അതീതരായി കഴിയുമ്പോൾ ദീർഘായുസ് എന്നല്ല, അവിടെ പിന്നെ മരണവും ജനനവും ഒന്നുമില്ല എങ്കിൽ ആയുസ് എന്നൊന്നിന് കണക്കില്ലാതെയാവും. നമ്മൾ ഈ ഭൂമിയിൽ കഴിയുന്ന കാലയളവാണ് ആയുസ്സായി സാധാരണ നമ്മൾ പറയുന്നത്. ഈ ഭൂമിയിലെ അല്ല, ആ ഭഗവത് പാദ സേവ ചെയ്തുകൊണ്ട് ഭഗവാനിങ്കിൽ തന്നെ കഴിഞ്ഞാൽ, കാലത്തിനതീതനായ കാലത്തിൻ്റെ അധിപനായിട്ടുള്ള ആ ഭഗവാന്റെ സമീപം ഇരിക്കാൻ കഴിഞ്ഞാൽ, കാലസ്വരൂപനായ ഭഗവാന്റെ സേവ ചെയ്ത് ആ പാദസേവയിൽ രമിച്ചു കഴിയാൻ കഴിഞ്ഞാൽ, കാലത്തിനെവിടെയാണ് പിന്നീട് പരിമിതിയുള്ളത്? ഓരോ ജീവനും മുക്താവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആയുസ് അല്ലെങ്കിൽ കാലത്തിൻ്റെ പരിമിതി എന്നുള്ള ആ ഒരു അതിർവരമ്പ് ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 തരത്തിലും ഹിരണ്യാക്ഷ വധം എന്ന 13ാമത്തെ ദശകം വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ആചാര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്ന ഈ ഫലസിദ്ധികളൊക്കെയും അന്വർത്ഥമാക്കപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് കാണാവുന്നതാണ്, ഒന്ന് വിചാരം ചെയ്തു നോക്കിയാൽ. അതുകൊണ്ട് ഈ 13ാമത്തെ ദശകം ഭഗവത് സ്മൃതിയോടുകൂടി പാരായണം ചെയ്ത് ഭഗവാനിൽ ആ പാരായണം സമർപ്പിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ഈ ധനം, സൽകീർത്തി, ദീർഘായുസ് എന്നീ 3 ഫലങ്ങളും അനുഗ്രഹങ്ങളും ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഭഗവാന്റെ ആ പാദപത്മങ്ങളിൽ പൂജാമലരുകളായി സമർപ്പിച്ചു കൊള്ളട്ടെ. സ്വീകരിക്കണമേ ഭഗവാനെ എന്ന അപേക്ഷയോടുകൂടി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.